വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യെരുശലേമിൽ നിന്നും എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരോട് ചേർന്ന് യേശു നടന്നു എന്ന് ലൂക്കോസ് 24:15 വായിക്കുന്നു. ഈ ശിഷ്യന്മാരുടെ യാത്ര അവസാനിക്കുമ്പോൾ അവർ കൂടെ നടന്നവനെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും അവരോടുകൂടി പാർക്കുവാൻ അവൻ ചെല്ലുകയും ചെയ്തു. ലൂക്കോസ് 24:29. നമ്മോടുകൂടി നടക്കുവാനും നമ്മോടൊപ്പം പാർക്കുവാനും യേശുവിന് ഇഷ്ടമാണ്. ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്ന സക്കായിയോട് കർത്താവ് പറയുന്നത്, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കുവാൻ വരികയാ. ലൂക്കോസ് 19:5. മനുഷ്യരോടുകൂടി നടക്കുവാൻ ദൈവം ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്നു എങ്കിലും മനുഷ്യൻ ദൈവം കാണാതിരിപ്പാൻ തോട്ടത്തിൽ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ഉൽപ്പത്തി 3:8. മനുഷ്യൻ ഒളിക്കുവാനുള്ള കാരണം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് വൃക്ഷത്തിൻ്റെ ഫലം തിന്ന് അനുസരണക്കേട് കാണിച്ചതിനാൽ ആയിരുന്നു. ജീവിത പരാജയങ്ങളുടെ മധ്യത്തിൽ നാം ദൈവത്തിൽ നിന്ന് ഓടി അകലുവാൻ ശ്രമിക്കുമ്പോൾ നമ്മെ ഉപേക്ഷിക്കാതെ നമ്മോടൊപ്പം നടക്കുന്നവനാ നമ്മുടെ കർത്താവ്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തത് 40 വർഷമാണ്. ഈ യാത്രയിൽ അവർ അനുസരണക്കേട് കാണിച്ചു, ദൈവത്തിനെതിരായി പിറുപിറുത്തു, അന്യദൈവങ്ങളെ ആരാധിച്ചു. എങ്കിലും ദൈവം തൻ്റെ ജനത്തോടൊപ്പം രാത്രിയിൽ അഗ്നിസ്തംഭത്തിലും പകൽ മേഘസ്തംഭത്തിലും അവരെ അനുഗമിച്ചു. നാമും പലപ്പോഴും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്തവരാണ്. എങ്കിലും ഇമ്മാനുവേലായി അവൻ നമ്മോട് കൂടെ നടക്കുന്നു എന്നതാ വാസ്തവം. 7 മടങ്ങ് തീച്ചൂളയുടെ ശക്തി വർദ്ധിപ്പിച്ച് 3 യുവാക്കന്മാരെ തീച്ചൂളയിലേക്ക് എറിയുന്നു. തീയുടെ ചൂട് നിമിത്തം യുവാക്കന്മാരെ ബന്ധിച്ച് തീയിലെറിയുവാൻ കൊണ്ടുപോയവർ തീയാൽ ദഹിപ്പിക്കപ്പെട്ടു. എന്നാൽ തീച്ചൂളയിൽ എറിയപ്പെട്ട ഈ യുവാക്കന്മാർ കെട്ടഴിഞ്ഞ തീച്ചൂളയിൽ കൂടെ നടന്നു. ഇപ്പോൾ അവർ 3 പേരല്ല 4 പേരുണ്ട്. ദൈവം 4ാമതൊരുവനായി തീച്ചൂളയിൽ അവരോടൊപ്പം നടന്നു. ദാനിയേൽ 3:5. അതേ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് അഗ്നികുണ്ഡം നീക്കപ്പെടുന്നില്ല എങ്കിലും തീജാലയുടെ നടുവിൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം, ഞാൻ എല്ലാ നാളും നമ്മോടുകൂടി ഉണ്ട് എന്ന. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും സന്തോഷ അനുഭവങ്ങളിൽ മാത്രമല്ല, കഷ്ടതകളുടെയും വേദനകളുടെയും രോഗങ്ങളുടെയും പീഡനങ്ങളുടെയും അനുഭവങ്ങളിലും കർത്താവ് നമ്മോട് കൂടിയുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രയോ തീക്കുണ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ അവൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം നമ്മോടുകൂടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നും തകർന്നു പോകാതെ നാം നിൽക്കുന്നത്. പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട് ഏകനായി കിടക്കുന്ന യോഹന്നാൻ, റോമൻ ചക്രവർത്തിമാർ സഭയെ നശിപ്പിക്കുന്നതും വിശുദ്ധന്മാരെ പീഡിപ്പിക്കുന്നതും ദഹിപ്പിക്കുന്നതും കണ്ട് പ്രതികരിക്കുവാൻ സാധിക്കാതെ വേദനിക്കുമ്പോൾ യോഹന്നാൻ വലിയ ഒരു ദർശനം ലഭിക്കുകയാണ്. 7 പൊൻനിലവിളക്കുകളുടെ മധ്യത്തിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി തേജോമയനായ കർത്താവിൻ്റെ ദർശനം. ഈ ദർശനത്തിൽ കൂടി തൻ്റെ ജനത്തോടൊപ്പമുള്ള ദൈവിക സാന്നിധ്യം യോഹന്നാന് ലഭിച്ചു. പാതാള ഗോപുരങ്ങൾ എത്ര ശക്തിയായി അടരാടിയാലും തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ മരണത്തെ ജയിച്ച് സാത്താൻ്റെ ശക്തിയെ തകർത്തവനായ കർത്താവ് ജയാളിയായി കൂടിയുണ്ടായിരിക്കും. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ അവസ്ഥകളിൽ നമ്മോടുകൂടി നടക്കുന്നവനാണ് നമ്മളുടെ കർത്താവ്. ജീവിതത്തിൽ നാം പരാജയ ഭീതിയിലാവുമ്പോൾ കർത്താവ് കൂടിയുണ്ട്. ഈ മരുഭൂയാത്രയിൽ ക്ഷീണിച്ചു പോകുമ്പോൾ ബലമുള്ള കരങ്ങളിൽ താങ്ങുവാൻ കർത്താവ് കൂടെയുണ്ട്. കഷ്ടതയുടെ തീച്ചൂളയിൽ അവൻ നമ്മെ കൈവിടില്ല. നമ്മളുടെ ബുദ്ധിക്കോ ശക്തിക്കോ സഹായിപ്പാൻ കഴിയാതെ വരുമ്പോൾ തൻ്റെ സർവശക്തിയോടുമായി
കർത്താവ് കൂടിയുണ്ട്. സാത്താൻ്റെ ശക്തി നമ്മെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ സാത്താൻ്റെ സകല ശക്തിയെയും തകർത്ത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മോടൊപ്പം ഉണ്ട്. ഒരു പാട്ടിൻ്റെ വരികൾ ഇപ്രകാരമാണ്: എന്നെ വഴി നടത്തുന്നോൻ, എന്നെ വഴി നടത്തുന്നോൻ, എൻ്റെ ഈ മരുയാത്രയിൽ താളടിയാകാതെ എന്നെ നടത്തുന്നോൻ, എൻ്റെ ഈ മരുയാത്രയിൽ താളടിയാകാതെ എന്നെ നടത്തുന്നോൻ, എന്നെ വഴി നടത്തുന്നോൻ, എന്നെ വഴി നടത്തുന്നോൻ. എന്നാൽ കർത്താവ് നമ്മോട് കൂടെ നടന്ന് വഴി നടത്തണമെങ്കിൽ ആമോസ് 3:3 ചോദിക്കുന്നത് പോലെ രണ്ടുപേർ തമ്മിൽ യോജിക്കണം. ഐക്യതയിലും സ്നേഹത്തിലും വിശ്വാസി ഒരുമിച്ച് നിൽക്കണം. നമ്മുടെ വാക്കുകൾ നിയന്ത്രിക്കണം. നമ്മിൽ നിന്ന് ചീത്തത്തരവ്, പൊട്ടച്ചെല്ലും, കളിവാക്കും പുറത്തു വരുവാൻ പാടില്ല. നമ്മിൽ സകല ദുർനടപ്പും സകല അശുദ്ധിയും അത്യാഗ്രഹവും ഉണ്ടാവാൻ പാടില്ല. എഫേസ്യർ 5:3-5 വരെ. നമ്മിൽ നിന്ന് പുറത്തു വരേണ്ടത് സ്തോത്രമെന്ന യാഗം മാത്രം. അപ്പോഴേ കർത്താവ് നമ്മോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്നത്. കർത്താവേ, എൻ്റെ എല്ലാ ജീവിത പ്രതിസന്ധിയിലും നീ കൂടെയുള്ളതിനാൽ നന്ദി പറയുന്നു, സ്തോത്രം കരയേറ്റുന്നു. ആമേൻ.